എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും +2 കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വർഷം ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്ട്രക്ചേഴ്സ്, പോയിൻറ്റേഴ്സ് എന്നിങ്ങനെയുള്ള രണ്ട് കൺസെപ്റ്റുകളെക്കുറിച്ചാണ്. C++ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആദ്യ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. ആ C++ പ്രോഗ്രാമിങ്ങിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയും കുറിച്ചാണ് നമ്മൾ ഈ വർഷം ആദ്യ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ്. അതായത് ഡിഫറൻറ്റ് ടൈപ്സിലുള്ള ഡേറ്റ ഐറ്റംസിനെ ഒരു കോമൺ നെയിം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം അറേ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് അറേയിൽ നടക്കുന്നത്? ഒരേ തരത്തിലുള്ള, അതായത് ഒരേ ടൈപ്പിലുള്ള ഡേറ്റാസിനെ ഒരു നെയിം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പിലുള്ള കുറേ ഡേറ്റകളെ ഒരു പേര് കൊണ്ട് നിങ്ങൾക്ക് അറേ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റകളായിരുന്നാലും അവയെ ഒരു പേരുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇൻറ്റിജർ ഡേറ്റയും ഫ്ലോട്ട് ഡേറ്റയും ക്യാരക്ടർ ടൈപ്പിലുള്ള ഡേറ്റയെയും മൂന്നിനെയും കൂടി ഒരു പേരുകൊണ്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യുവാൻ കഴിയും. ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്സിലുള്ള ഡേറ്റ ഐറ്റംസിനെയും ഒരു കോമൺ നെയിം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അറയ്ക്കകത്ത് നിങ്ങൾക്ക് സെയിം ടൈപ്പിലുള്ള വേരിയബിൾസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ സ്ട്രക്ചറിൽ ഡിഫറൻറ്റ് ടൈപ്സിലുള്ള ഡേറ്റ ടൈപ്സിലുള്ള ഡേറ്റയും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ സ്ട്രക്ചർ ഡെഫിനിഷൻ നിങ്ങൾ എഴുതേണ്ടത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നതിന് മുമ്പാണ്. അതായത് ഒരു പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കണം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള സിൻടാക്സ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സ്ട്രക്ചർ, ഒരു സ്പേസ്, സ്ട്രക്ചർ ടാഗ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഈ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ്, ഒരു സ്പേസ് ഇടുക. ദെൻ സ്ട്രക്ചർ ടാഗ്. സ്ട്രക്ചർ ടാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറിൻ്റെ പേരാണ്. അതായത് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറിന് നിങ്ങൾ കൊടുക്കുന്ന പേരാണ് സ്ട്രക്ചർ ടാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള വേരിയബിളുകളാണോ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിളുകളെ ഓരോന്നും നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 2, അങ്ങനെ നിങ്ങൾക്ക് ഇത് ടൈപ്പിലുള്ള എത്ര വേരിയബിൾസ് വേണമെങ്കിലും ഈ സ്ട്രക്ചറിനകത്ത് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതിനുശേഷം ബ്രേസ് ക്ലോസ് ചെയ്യുക. ദെൻ ഒരു സെമിക്കോളൻ. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ഡെഫിനിഷനകത്ത് നിങ്ങൾ ആദ്യം സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. അതിനുശേഷം സ്ട്രക്ചറിൻ്റെ പേര്, സ്ട്രക്ചറിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്. ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വേരിയബിളുകളും ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം ബ്രേസ് ക്ലോസ് ചെയ്ത് ഒരു സെമിക്കോളൻ ഇടുക. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ. ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷന് മുമ്പ് ഡിഫൈൻ ചെയ്യണം. ഇനി നമുക്ക് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ പരിശോധിക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചറിലേക്കൊന്ന് നോക്കി. സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ്, അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന നെയിമാണ് ഞാൻ എഴുതാൻ പോകുന്ന സ്ട്രക്ചറിന് നൽകിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഞാൻ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ബ്രേസ് ഓപ്പൺ ചെയ്യുക.
ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിളുകളെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ആദ്യം അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അത് എന്ത് ടൈപ്പിലുള്ളതാണ്? ഇൻറ്റിജർ ടൈപ്പിലുള്ളത്. അത് കഴിഞ്ഞ് നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഒരു ക്യാരക്ടർ ടൈപ്പ് അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഫ്ലോട്ട് ടൈപ്പിലുള്ള ഫീ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വേരിയബിളുകളെയെല്ലാം നമ്മൾ ഏത് പേര് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു? സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പോവുക. ഇനി നമുക്ക് എന്താണ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് നോക്കാം. നമ്മൾ ഒരു സ്ട്രക്ചറിനകത്ത് കുറേ അധികം മെമ്പർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ നിന്ന് അഡ്മിഷൻ നമ്പർ, ഫീ, നെയിം, ഗ്രൂപ്പ് തുടങ്ങിയ ധാരാളം മെമ്പർ വേരിയബിളുകൾ നമ്മളൊരു സ്ട്രക്ചറിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവയെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമുക്ക് വേറൊരു വേരിയബിൾ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ സ്ട്രക്ചറിനകത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ എന്താണ് സ്ട്രക്ചർ വേരിയബിൾ എന്നുള്ള കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീ അങ്ങനെയുള്ള വേരിയബിളുകൾ നിങ്ങൾ കണ്ടില്ലേ ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ അനേകം സ്റ്റുഡൻസിൻ്റെ ഈ 4 ഡേറ്റയും നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം സ്റ്റുഡൻസിൻ്റെ ഡേറ്റ എടുക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിനെയും ഓരോ പേര് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനെയും, അതായത് ഓരോ സ്റ്റുഡൻറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ള സിൻറ്റാക്സ് ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ മെയിൻ ഫംഗ്ഷനിൽ ആണ് നിങ്ങൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷന് മുമ്പ് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് തന്നെയാണ്. സ്ട്രക്ചർ നെയിം ഒരു സ്പേസ്, വേരിയബിൾ 1, വേരിയബിൾ 2 അങ്ങനെ എത്ര സ്ട്രക്ചർ വേരിയബിളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. സ്ട്രക്ചർ നെയിം എന്നോ അല്ല സ്ട്രക്ചർ നെയിം മാത്രമായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സിൻറ്റാക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ സിൻറ്റാക്സിൽ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് കൂടി യൂസ് ചെയ്തു. രണ്ടാമത് എഴുതിയിരിക്കുന്ന സിൻറ്റാക്സിൽ സ്ട്രക്ചർ നെയിം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് സ്ട്രക്ചർ നെയിം എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ടും വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടും വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് സ്ട്രക്ചർ വേരിയബിളുകളെ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിൻറ്റാക്സ്. ഈ സ്ട്രക്ചർ വേരിയബിളിനെ തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ കൂടി ഡിക്ലെയർ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ ചെയ്തത് നിങ്ങളുടെ മെയിൻ ഫംഗ്ഷനിലാണ്. എന്നാൽ നിങ്ങൾ നേരത്തെ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ആ സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞ് ബ്രേസ് കഴിഞ്ഞ് നിങ്ങളൊരു സെമി കോളൻ ഇടാറില്ലേ? ആ സെമി കോളൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചർ വേരിയബിളുകളുടെ പേരുകൾ എഴുതി സെമി കോളൻ ഇട്ടാലും സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ കഴിയും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ ഒന്ന് നോക്കിയേ. നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനാണ് സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ഇൻറ്റ് അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ, നെയിം ഓഫ് 20 2 മെമ്പർ വേരിയബിൾ. ആ ബ്രേസ് ക്ലോസ് ചെയ്ത സെമി കോളൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ S1 S2 എന്നിങ്ങനെയുള്ള 2 സ്ട്രക്ചർ വേരിയബിളുകളെ ഡിക്ലെയർ ചെയ്യുന്നു.
അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രക്ചർ വേരിയബിളുകളെ ഡിക്ലെയർ ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായി നമ്മളിപ്പോൾ പരിശോധിച്ച സ്ട്രക്ചറിനെ കേസ് എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് 2 സ്ട്രക്ചർ വേരിയബിളുകളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഒരു സ്ട്രക്ചറിനകത്ത് 2 മെമ്പർ വേരിയബിളുകൾ ഉണ്ടായിരുന്നു. അഡ്മിഷൻ നമ്പർ എന്നും നെയിം എന്നും പറഞ്ഞ് 2 മെമ്പർ വേരിയബിളുകളും S1 S2 എന്നിങ്ങനെയുള്ള 2 സ്ട്രക്ചർ വേരിയബിളുകളുമാണ് അതിനകത്തുണ്ടായിരുന്നത്. അതായത് ഓരോ സ്ട്രക്ചർ വേരിയബിളുകളും സെപ്പറേറ്റ് മെമ്മറി അലോക്കേഷൻ നടത്തും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് പരിശോധിച്ചാൽ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് 4 ബൈറ്റും നെയിം എന്ന് പറയുന്നത് ഒരു അറയാണ്, ക്യാരക്ടർ ടൈപ്പ് അറയാണ്. അതിനകത്ത് 20 മെമ്മറി ലൊക്കേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ 20 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ S1 വേണ്ടിയും S2 വേണ്ടിയും ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പം 4 ബൈറ്റും 20 ബൈറ്റും അങ്ങനെ 24 ബൈറ്റ് S1 വേണ്ടിയും അലോക്കേറ്റ് ചെയ്യും, 24 ബൈറ്റ് S2 വേണ്ടിയും അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സ്ട്രക്ചറിനകത്ത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഓരോ സ്ട്രക്ചർ വേരിയബിളിനു വേണ്ടിയും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ സ്ട്രക്ചറിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിള് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്കൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാറില്ലേ? അതേപോലെ തന്നെ നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെയും ഇനിഷ്യലൈസ് ചെയ്യാൻ കഴിയും. ആ സ്ട്രക്ചർ വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമാവില്ല ഉണ്ടാകുന്നത്. ആ സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വിവിധ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും, വിവിധ ഡേറ്റ ടൈപ്പുകളിലുള്ള. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. എക്സാമ്പിളായി നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തെ S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ, അതിന് 2 മെമ്പർ വേരിയബിളുകളാണുള്ളത്, ഒരു അഡ്മിഷൻ നമ്പറും ഒരു നെയിമും. അപ്പം അഡ്മിഷൻ നമ്പറിലേക്ക് നമ്മളിവിടെ 101 എന്ന് പറയുന്ന വാല്യൂവും നെയിം എന്ന് പറയുന്നതിനകത്തേക്ക് അനൂപ് എന്ന് പറയുന്ന വാല്യൂവും കൊടുത്തു. അപ്പോൾ ഈ 2 വാല്യൂസും S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്മിഷൻ നമ്പറിലേക്കും നെയിമിലേക്കും സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിളുകളെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനകത്തുള്ള വേരിയബിളുകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്ട്രക്ചറിനകത്ത് 2 തരത്തിലുള്ള വേരിയബിളുകളുണ്ട്, മെമ്പർ വേരിയബിളുകളും സ്ട്രക്ചർ വേരിയബിളുകളും. അപ്പോൾ ഓരോ സ്ട്രക്ചർ വേരിയബിളിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മെമ്പർ വേരിയബിൾ ലൊക്കേഷൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ മെമ്മറി അലോക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ അകത്തുള്ള മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യുമ്പോൾ അത് ഏത് സ്ട്രക്ചർ വേരിയബിളിൻ്റെ മെമ്പർ വേരിയബിൾ ആണ് എന്ന് നമ്മൾ പറയണം. അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കും. ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്നത് ഡോട്ട് ഓപ്പറേറ്റർ എന്നാണ്. അപ്പം നമുക്ക് ഒരു മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന സിൻടാക്സ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് മെമ്പർ വേരിയബിൾ എന്ന് പറയുന്ന സിൻടാക്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായി നമ്മുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നമുക്ക് S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്നാണ്. S2വിൻ്റെ നെയിമാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ എഴുതും S2 ഡോട്ട് നെയിം. അപ്പം നമുക്ക് ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഒരു വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അഡ്മിഷൻ നമ്പറാണ് റീഡ് ചെയ്യേണ്ടത് എങ്കിൽ S1 ഡോട്ട് അഡ്മിഷൻ നമ്പറാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ എഴുതും സീൻ S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ. ഇനി നമുക്ക് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ടോട്ടൽ മാർക്ക് ഓഫ് എ സ്റ്റുഡൻറ്റ് യൂസിങ് സ്ട്രക്ചർ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകൾ റീഡ് ചെയ്ത് ടോട്ടൽ മാർക്ക് കണക്കാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ നോർമലായിട്ടുള്ള സിൻടാക്സ് എഴുതി തുടങ്ങുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ട്രക്ചർ എഴുതിയിരിക്കണം. അപ്പോൾ
നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റുകളും യൂസിങ് നെയിം സ്റ്റേറ്റ്മെൻറ്റും എഴുതിയതിന് ശേഷം നമ്മുടെ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. സ്ട്രക്ചർ സ്റ്റുഡൻറ്റ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ്. ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഞാൻ അതിൻ്റെ മെമ്പർ വേരിയബിളുകളായി ഉപയോഗിച്ചിരിക്കുന്നത് നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് അറേ. സ്റ്റുഡൻറ്റിൻ്റെ പേര് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ക്യാരക്ടർ ടൈപ്പ് അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് നെയിം എന്നാണ്. ഇനി 3 മാർക്കുകളും റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇൻറ്റിജർ ടൈപ്പിലുള്ള M1, M2, M3 എന്നിങ്ങനെയുള്ള വേരിയബിളുകളും ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ച് വയ്ക്കുന്നതിന് വേണ്ടി TOT എന്ന് പറയുന്ന ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ നടത്തി കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്ട്രക്ചറിനകത്തുള്ള വേരിയബിളുകളെ ആക്സസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു സ്ട്രക്ചർ വേരിയബിൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. അപ്പം നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ്. ആ സ്റ്റുഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? സ്റ്റുഡൻറ്റ് എന്നായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് ഒരു സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ മെമ്പർ വേരിയബിളുകളുടെ വാല്യൂ റീഡ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്പർ വേരിയബിളുകൾ ഏതൊക്കെയാണ്? നെയിം എന്ന് പറയുന്ന മെമ്പർ വേരിയബിൾ, M1, M2, M3 ഇതിൻ്റെ വാല്യൂസ്. അപ്പോൾ അത് റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്ത നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നെയിം ഒരു ക്യാരക്ടർ ടൈപ്പ് അറയിലോട്ടാണ് റീഡ് ചെയ്യുന്നത്. ആ അറയുടെ പേര് നെയിം എന്നാണ്. നെയിം നമുക്ക് ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എസ് ഡോട്ട് നെയിമാണ് നമുക്ക് ആവശ്യമായിട്ട്, അതായത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് മെമ്പർ വേരിയബിളിൻ്റെ പേരാണ്. അപ്പോൾ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ് ഡോട്ട് നെയിം റീഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പേര് റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാർക്കുകളാണ്. അപ്പം മാർക്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ സീൻ M1, M2, M3 എന്നിങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെയോ എസ് ഡോട്ട് M1, എസ് ഡോട്ട് M2, എസ് ഡോട്ട് M3 എന്നിങ്ങനെ 3 മെമ്പർ വേരിയബിളുകളും നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വെറും ടോട്ടൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എസ് ഡോട്ട് TOT ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് M1 പ്ലസ് എസ് ഡോട്ട് M2 പ്ലസ് എസ് ഡോട്ട് M3. അപ്പോൾ എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ M1, M2, M3 എന്നിങ്ങനെയുള്ള മെമ്പർ വേരിയബിളുകളെ ആഡ് ചെയ്ത് എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ തന്നെ TOT എന്ന് പറയുന്ന സ്ട്രക്ചർ മെമ്പർ വേരിയബിളിലേക്ക് അത് ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ടോട്ടൽ മാർക്ക് എവിടെയുണ്ട്? എസ് ഡോട്ട് TOTയിലുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി. അതാണ് സി ഔട്ട് ടോട്ടൽ മാർക്ക് ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് TOT എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശമായ ഒരു ധാരണ ഉണ്ടാകും. ഇനി ഇതിൻ്റെ നോട്ട്സ് കൂടി റെഫർ ചെയ്ത് ഈ ഭാഗം വരെ നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുതിയ കൺസെപ്റ്റുകളിലേക്ക് പോകാം.